അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. VKS അഗ്രോ ഫാമിൽ നിന്ന് ജനീഷാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ലെങ്തി വീഡിയോ ആണ്. ഒരു 15 മിനിറ്റിൻ്റെ മേലുള്ള നമ്മുടെ ലെങ്തി വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വരാൽ കുഞ്ഞുങ്ങൾ വിട്ട മീൻകുഴിയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് നമ്മൾ വിടുന്നതും ഇതിൻ്റെ കുഴിയുടെ ക്ലീനിങ്ങും നെറ്റ് മേടിക്കുന്നതും കൊണ്ടുവന്നിടുന്നതൊക്കെ ആയിട്ടുള്ള മിക്സിങ് വീഡിയോ നമ്മൾ ഇതിന് ശേഷം മീൻസ് ഇനിയുള്ള അടുത്ത വീഡിയോസിലൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ലെങ്തി വീഡിയോ ആണ്. നമ്മുടെ വീട്, അതായത് നമ്മുടെ ഫാം, കൊടുമ്പിലുള്ള നമ്മുടെ ഫാമിൻ്റെ ഒരു 25% കവർ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അവസാനം വരെ കാണുക. അതിൽ കൊത്തുകോഴിയെ പറ്റി പറയുന്നുണ്ട്, നമ്മുടെ വീട്ടിലെ കാവൽക്കാരനായ നായനെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ കുറേ ഐറ്റംസ് നമ്മൾ കവർ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്, ലെങ്തി വീഡിയോ ആണ്. അപ്പോൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് നമ്മുടെ വരാൽ കുഞ്ഞിന് മീൻ കൃഷിയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ കവുങ്ങ്, തെങ്ങ് ഉള്ള ഒരു തോട്ടം. നമ്മുടെ ഫാമിൽ തന്നെ 3 ലെയറിലുള്ളതിൽ ഏറ്റവും താഴത്തെ ലെയറാണിത്. അപ്പോൾ ഇതിൻ്റെ ക്ലീനിങ് വർക്കുകളും തടമെടുത്ത് വളം വയ്ക്കലൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് നമ്മൾ വളം വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഇതിൻ്റെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ പിന്നെ അടുത്തടുത്തായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്ര ഡിസ്റ്റൻസ് ഗ്യാപ്പിലൊക്കെയാണ് ഇത് എടുക്കേണ്ടത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇപ്പോൾ ഫാമിൻ്റെ ഈ വർഷത്തെ വളം വയ്ക്കൽ, അതായത് തടമെടുത്ത് വളം വയ്ക്കൽ പണികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെങ്ങനെയാണോ ആഹാരം കഴിക്കുന്നത് അതേപോലെയാണ് ഇവർക്കുള്ള ഒരു വർഷത്തെ. അപ്പോൾ നമ്മൾ ഒരു വർഷം ഒറ്റ പ്രാവശ്യം നമ്മൾ വളം വയ്ക്കുന്നുള്ളൂ. അതിൻ്റെ സൗകര്യങ്ങളും വളവും എല്ലാം ഉള്ളവർ 2 പ്രാവശ്യം കൊടുക്കും ഇടവേളയായിട്ട്. നമ്മൾ ഒരു വർഷത്തിൽ മഴ സ്റ്റാർട്ട് ചെയ്ത് ഒരു ടൈം ജൂൺ ജൂലൈ ആ ഒരു സമയത്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഈ പ്രാവശ്യം കുറച്ച് വൈകി. അപ്പോൾ ഏകദേശം നമ്മുടെ ഈ കവുങ്ങിൻ്റെ ഒരു ഒരടി ഗ്യാപ്പിലാണ് നമ്മൾ തടം എടുക്കേണ്ടത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രൊസീജിയർ പറയുന്നത് നമ്മൾ ചുണ്ണാമ്പിടുകയാണ്. തടം എടുത്ത് കഴിഞ്ഞ് ചുണ്ണാമ്പിട്ടതാണ്. ഈ ലൈനുള്ളതൊക്കെ ഏകദേശം ചുണ്ണാമ്പിട്ട് കഴിഞ്ഞു. ഈ കവുങ്ങൊക്കെ ഏകദേശം കുള്ളം വെറൈറ്റിയാണ്, അതായത് ഇൻ്റർമംഗള അങ്ങനത്തെ വെറൈറ്റിയാണ്. ഏകദേശം ഇതാ പൂട്ട് കഴിഞ്ഞു. 2.5 വർഷം ആയിട്ടേ ഉള്ളൂ. ഇപ്പോഴാണ് അത് പൂ ഇട്ടിരിക്കണത്. ഞാൻ അടുത്തുനിന്ന് കാണിക്കാം. ഇതാണ് അതിൻ്റെ പോള. ഏകദേശം ഈ ലൈനിൽ ഏകദേശം നമ്മളൊരു 10ഓളം വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വെയിൽ തട്ടണ സ്ഥലത്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക, എന്നാലാണ് നല്ല രീതിക്ക് കായ്ഫലം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ തെങ്ങും കവുങ്ങും കൂടാണ്ട് നമ്മുടെ അടുത്ത് കുറേ വെറൈറ്റി മാങ്ങ, ചക്ക, നാരങ്ങ അങ്ങനത്തെ അത്യാവശ്യം കുറച്ച് വെറൈറ്റി സാധനങ്ങൾ എല്ലാം നമ്മുടെ ഫാമിലുണ്ട്. നെല്ലിക്ക. അപ്പോൾ ഏകദേശം എല്ലാത്തിനും ഈ ടൈം തന്നെയാണ് വളപ്രയോഗം നമ്മൾ സ്റ്റാർട്ടാക്കുന്നത്. അപ്പോൾ ഈ വർഷത്തിൽ ഒരു പ്രാവശ്യം കൊടുക്കുന്നത് നമ്മളൊരു 2 പ്രാവശ്യമായിട്ട് കൊടുക്കുന്ന ഫുഡിനെ, അതായത് വർഷത്തിൽ ഒരു പ്രാവശ്യം കൊടുക്കുന്നതിനെ ഡബിളായിട്ട് കൊടുക്കുക. അല്ലാണ്ട് ക്വാണ്ടിറ്റി കൂടുതൽ കൊടുക്കണമെന്നല്ല. കൊടുക്കുന്ന ആ ഒരു വർഷത്തിൽ കൊടുക്കുന്ന ക്വാണ്ടിറ്റിനെ 2ആയി കൊടുത്തു കഴിഞ്ഞാൽ അത്രയ്ക്കും അവർക്ക് ആരോഗ്യത്തോടുകൂടെ ഗ്രോത്ത് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. അധികം ഞാനിവിടെ വളം യൂസ് ചെയ്യണത് പച്ചവളം തന്നെയാണ്. അതായത് പശുക്കളുണ്ട്, നമുക്ക് ആടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ആട്ടും കാഷ്ടം, പശുവിൻ്റെ ചാണകം, പിന്നെ ആട്ടിൻ്റെ മൂത്രം മാക്സിമം ഇപ്പോൾ ഒരു 50 ലിറ്റർ ആ റേഞ്ചിലുള്ള ടാങ്കുകളിലായിട്ട് നമ്മൾ ശേഖരിച്ചിട്ട് അതിൽ വെല്ലം, വേപ്പും പിണ്ണാക്ക് അങ്ങനത്തെ 1-2 ഐറ്റംസൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇടയിൽ. അതെപ്പോഴും ചെയ്യാറില്ല. കിട്ടുന്ന ടൈം മാക്സിമം അധികം ഈ ചെറുതൈകൾക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കാറ്, ഒന്ന് ഗ്രോത്തിന് വേണ്ടിയിട്ട്. വലുതിന് കംപ്ലീറ്റ് നമ്മൾ ആട്ടും കാഷ്ടവും ചാണകപ്പൊടിയും കുമ്മായവും പിന്നെ പച്ചത്തൂപ്പുകൾ കിട്ടുമല്ലോ, സീമക്കൊന്ന അങ്ങനത്തെ പലജാതി തൂപ്പുകൾ ഏതും ആവാം. പച്ചയായിട്ടുള്ള ഏത് തൂപ്പും വെട്ടിയിട്ട് അത്രയും ബെറ്ററാണ്. നമ്മുടെ മണ്ണിലുണ്ടാകുന്ന തൈകൾക്കും ചെടികൾക്കും
മരങ്ങൾക്കെല്ലാം ഭക്ഷണം മാക്സിമം പ്രകൃതി തന്നെ നമുക്ക് തരും. അത് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതിലാണ് കാര്യം. എത്രത്തോളം മാക്സിമം നമ്മൾ ചിലവ് കുറഞ്ഞ രീതിയിൽ നല്ല രീതിക്ക് ഇവർക്ക് ഫുഡ് കൊടുക്കാൻ പറ്റണോ അത്രയ്ക്ക് ലാഭം നമുക്ക് ഇന്ന് എടുക്കാൻ പറ്റും. പച്ചവളം അല്ലാണ്ട് രാസവളങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട്. എല്ലാവർക്കും എല്ലാം സൂട്ടാണെന്നില്ല. ഓരോരുത്തരുടെ സിറ്റുവേഷൻ, വളം കിട്ടുന്ന രീതിയും എല്ലാം ബേസ് ചെയ്തിട്ടിരിക്കും. നമുക്ക് നമ്മുടെ നാട്ടിൻപുറമായ കാരണം അത്യാവശ്യം വളത്തിനൊന്നും വലിയ പ്രശ്നമില്ല. അപ്പം നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിലും നമ്മൾ ഇന്നേ വരെ എടുത്തിട്ടില്ല. ഈ പ്രാവശ്യം പശുക്കളൊക്കെ കുറച്ച് എണ്ണം കമ്മിയാക്കിയ കാരണം ഈ വർഷം തൈകളും കുറച്ച് കൂടുതലാണ്. അപ്പോൾ വളത്തിൻ്റെ ചെറിയൊരു ഷോർട്ട് നമുക്കുണ്ട്. ഇടയ്ക്കൊക്കെ ഒന്ന് മണ്ണ് നമ്മൾ ടെസ്റ്റിങ്ങിന് കൊടുക്കുന്നത് ബെറ്ററാണ്. അപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പൊട്ടാസ്യം, യൂറിയ അങ്ങനത്തെ ഐറ്റംസൊക്കെ ചിലപ്പോൾ മണ്ണിൽ കുറയാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നമ്മളൊന്ന് ടെസ്റ്റിന് കൊടുത്തിട്ട് നമ്മളത്, അതായത് കുറവുണ്ടെങ്കിൽ മാത്രം അത് ഉപയോഗിക്കണം കൊണ്ട് തെറ്റില്ല. അധികം പച്ചവളമുള്ളവർ അത് തന്നെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത്. ഈ തെങ്ങൊക്കെ അത്യാവശ്യം വെച്ചിട്ട് ഒരു 2.5 വർഷമായിട്ടുള്ളൂ. 3 വർഷം അത്യാവശ്യം നല്ല രീതിക്ക് കായ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ ഫാമിലെ ഏറ്റവും കുള്ളൻ തെങ്ങ് ഇവനാണ്, ഗംഗാബോണ്ടം. ഈ കാണുമ്പോൾ പാള്, അതായത് ഇഷ്ടം പോലെ പൂക്ക മീൻസ് കൊലച്ചിട്ട് കായകളൊന്നും പിടിക്കാണ്ട് 1, 2, 3 ആ റേഞ്ച് ഇപ്പോൾ സ്റ്റാർട്ടിങ് പിടിച്ചിട്ടുള്ളൂ. ഇവന് 2.5 വർഷം ആയിട്ടേ ഉള്ളൂ. പക്ഷേ പൊതിഞ്ഞ് നോക്കുമ്പോൾ തേങ്ങ ഈ കാണുന്ന പോലെയല്ല, ചകിരിക്കനം വളരെ കുറവാണ്. അത്യാവശ്യം നമ്മുടെ നോർമൽ സൈസ് തേങ്ങേൻ്റെ അത്രയുണ്ട്. ടേസ്റ്റും വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഏറ്റവും നമ്മുടെ ഫാമിലെ കുള്ളൻ തെങ്ങ് ഇവനാണ്. എൻ്റെ മുട്ടിൻ്റെ അവിടെയാണ് നിൽക്കുന്നത് ഈ കോല. അത്രയ്ക്കും ചെറിയ തെങ്ങാണ്. കൃഷി കൂടാതെ നമുക്ക് അത്യാവശ്യം കുറച്ച് കൊത്തുകോഴി വെറൈറ്റികളുണ്ട്. കുഞ്ഞുങ്ങളല്ല, കോഴിയും കുഞ്ഞുങ്ങളായിട്ട് അത്യാവശ്യം ആവശ്യക്കാർ വരുമ്പോൾ നമ്മൾ കൊടുക്കും. നാടൻ കോഴിയുണ്ട് 1-2 എണ്ണം. ഈ നാടൻ കോഴിയുടെ മുട്ടയൊക്കെ കഫക്കെട്ടിന് ബെറ്ററാണ്, പച്ചയ്ക്ക് കുടിക്കണം. അപ്പോൾ അതിന് വേണ്ടി 2 നാടൻ കോഴിയുണ്ട്. കുറച്ച് ബാക്കിയെല്ലാം അത്യാവശ്യം കൊത്തുകോഴിയുടെ കുഞ്ഞ് ബ്രീഡ് തന്നെയാണ് ഉള്ളത്. പുതിയൊരു അതിഥിനെ കൂടെ പരിചയപ്പെടുത്താം. ഇന്നലെയാണ് വിരിച്ചിറങ്ങിയിരിക്കുന്നത്. 7 മുട്ട വെച്ചതാണ്, 5 കുഞ്ഞോളം കിട്ടി. ഇവരെയും നമ്മൾ നല്ല രീതിക്ക് പരിപാലിച്ചു കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് നമുക്ക് ഒരു വലുതാവുന്ന സമയത്ത് കിട്ടും. പ്രോപ്പറായിട്ടുള്ള ഐ ഡ്രോപ്സ്, വാക്സിൻ, തീറ്റ. നമ്മൾ കൃഷിസ്ഥലമായ കാരണം അങ്ങനെ കൂട്ടിലിട്ടിട്ടൊന്നല്ല. ഇപ്പോൾ 2 ദിവസം കൂട്ടിലിടും, ഒന്ന് ആക്റ്റീവായി കഴിഞ്ഞാൽ നമ്മൾ ഫുൾ പുറത്ത് തന്നെയാണ്. അവരുടെ ഇഷ്ടത്തിൽ അവർ മേഞ്ഞ് നടന്ന് കഴിക്കും. എന്നാലാണ് നല്ല ആരോഗ്യമായിട്ട് വളരുക. തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അത്യാവശ്യം വീട്ടിൽ വരുന്ന ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളും പിന്നെ അരി, നെല്ല്, ഉള്ള തീറ്റ എന്താണോ അത് നമ്മൾ കൊടുക്കും. കുട്ടികൾക്ക് പിന്നെ വിരിച്ച ടൈം അരി പൊടിക്കും. പൊടിയരി ഇല്ലെങ്കിൽ അരി പൊടിച്ചിട്ട് ചെറുതായിട്ടിട്ട് കൊടുക്കും. അവർക്ക് കഴിക്കാനുള്ളൊരു ഗ്യാപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും. പിന്നെ ഏറ്റവും കൂടുതൽ ഇവർക്ക് ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ ചെള്ളാണ്, പെയിന്. അപ്പോൾ അതിന് നമ്മൾ പ്രോപ്പറായിട്ടൊരു 2-3 ടൈമെങ്കിലും, ഒരു 3 മാസം പ്രായമാകുന്നതിന് മുമ്പ് 2-3 ടൈമെങ്കിലും നമ്മൾ അതിനുള്ള മെഡിസിൻ നമ്മൾ വെള്ളത്തിൽ കലക്കി, ലിക്വിഡാണ്, നമ്മൾ വെള്ളത്തിൽ കലക്കി കൊക്കിൽ, അതായത് കൊക്ക് പിടിച്ച് തല പൊന്തിച്ച് മുക്കി വിടണം. കണ്ണിലോ വായൻ്റെ ഉള്ളിലേക്കോ പോകാൻ പാടില്ല.
ഇവനാണിപ്പോൾ നമ്മുടെ ഫാമിലിപ്പോൾ ബ്രീഡിങ്ങിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചാവല്. ബാ 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 ബാ. അതായത് ശബ്ദം ഉണ്ടാക്കി അവൻ കൂവണതാണ്. ഈ പ്രാവശ്യം കൂകിയില്ല. അത്യാവശ്യം നല്ല വെറൈറ്റി ആണ്. നമ്മുടെ ഫാമിലെ ബ്രീഡർ ഇപ്പോൾ ഇവനാണ്. ഏകദേശം ഇപ്പോൾ ഒരു 13ഓളം പെട്ടകളുണ്ട്. അപ്പോൾ ഇവനാണിപ്പോൾ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു ചാവൽ. അതിപ്പോൾ ആവശ്യക്കാരിപ്പോൾ വന്നപ്പോൾ നമ്മളത് കൊടുത്തു. ഇവൻ്റെ കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടില്ല. അവൻ്റെ ഇപ്പോൾ മുട്ടയിടാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇവൻ്റെ കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടില്ല. മുട്ടയിടാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ കോഴികൾ. എന്തായാലും ഈ മാസം ലാസ്റ്റിൻ്റെ ഉള്ളിൽ ഇവൻ്റെയും കുറച്ച് ബ്രീഡിങ് കുഞ്ഞുങ്ങൾ നമുക്ക് ഇറക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോണത് ഇവിടെ കോഴി നമ്മൾ 50-60ഓളം 60ഓളം കോഴി ഉണ്ടായിരുന്നതാണ്. എല്ലാം കീരിയും അങ്ങനത്തെ ഐറ്റം കൊണ്ടുപോയി. ഈ കുഞ്ഞുങ്ങളുടെ അമ്മനെ വേറെ കൂട്ടിലായിരുന്നു, നൈറ്റ് വന്ന് കൊണ്ടുപോയി. കാരണം നമ്മുടെ നാട്ടുപ്രദേശത്ത് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. കീരി, പോക്കാൻ, അങ്ങനത്തെ ഉടുമ്പ്, അങ്ങനത്തെ കുറച്ച്. പോക്കാൻ ഉദ്ദേശിക്കുന്നത് പൂച്ചയുടെ ഒരു വെറൈറ്റിയാണ്. അത് വന്നു വെച്ച് കഴിഞ്ഞാൽ എന്തായാലും കൊണ്ടുപോകും. അങ്ങനെ ഇതിനിപ്പോൾ അമ്മയില്ല, 5 ആളുണ്ട്. ഇതിൻ്റെ അച്ഛൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം. നല്ലൊരു ബ്രീഡായിരുന്നു. അപ്പോൾ അച്ഛനെയും കൊണ്ടുപോയി, അമ്മയും കൊണ്ടുപോയി. അപ്പോൾ കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ. മെയിനായിട്ട് ഒരാളെ പരിചയപ്പെടുത്താൻ മറന്നു. ഇവനാണ് നമ്മുടെ ഫാമിലെ നായകൻ. ആര് വരണം ആര് വരണ്ടെന്ന് ഫാമിൻ്റെ ഉള്ളിൽ നമ്മൾ തീരുമാനിക്കണോ അല്ലയോ, അവൻ തീരുമാനിക്കണം. എന്നാലേ അകത്ത് കയറാൻ പറ്റുള്ളൂ. നല്ല പ്രൊട്ടക്റ്റീവാണ്. പക്ഷെ എന്നിരുന്നാലും ഇവൻ പുറത്താണെങ്കിൽ സേഫാണ്. ഇപ്പം വീട്ടിൽ വന്ന് കിടന്ന ശബ്ദം കേട്ടില്ലെങ്കിൽ വല്ല കിരിയോ പോക്കാനോ വന്ന് പിടിക്കുകയാണെങ്കിൽ ശബ്ദം കേട്ട ആൾ അപ്പം തന്നെ അവിടെ എത്തും. അല്ലെങ്കിൽ ആളില്ലെങ്കിൽ സാധനം ഉറപ്പായി മിസ്സാവും. എത്രയോ സാധനങ്ങൾ വന്നിട്ട് ഇവൻ ഓട്ടിച്ചിട്ട് പിടിച്ചിട്ടുമുണ്ട്, പേടിപ്പിച്ച് വിട്ടിട്ടുണ്ട്. ആളൊരു നമ്മുടെ അടുത്ത് നല്ല ഫ്രണ്ട്ലിയാണ്. വീട്ടുകാരോട് ഭയങ്കര ഇണക്കമാണ്. നമുക്ക് റോട്ടിൽ നിന്ന് കിട്ടിയതാണ് അവന്. ഇപ്പോൾ ആൾ അത്യാവശ്യം ഒരു 7 വയസ്സെങ്കിലും പ്രായം ഉണ്ടാവും. അവന് ഇനിയിപ്പോൾ കൂട്ടായിട്ട് ഒരാളെയും കൂടെ എടുക്കണം. നമ്മുടെ വീഡിയോ കാണുന്ന അതിനടുത്തെങ്കിലും നല്ല ഇനം നായ്ക്കുട്ടികൾ ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട്ടോളൂ. എന്തായാലും നമുക്കൊന്ന് നോക്കാം അവനെ കൂട്ടായിട്ട്. ഈ ചാവലും കൊടുക്കാനുള്ളതാണ്. നമ്മൾ വേറെ ബ്രീഡ് ഇപ്പോൾ ഏകദേശം അതിൻ്റെ കുഞ്ഞുങ്ങൾ ഇറങ്ങാറായി. അപ്പോൾ അതിനെ മാറ്റാറായി. അപ്പോൾ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെടുക. അപ്പോൾ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ വന്നത് ചായയായിട്ട്. ഇപ്പോൾ രാവിലത്തെ ചായ കൂടി കഴിഞ്ഞിട്ടില്ല. ചായയല്ല, കട്ടനാണ് പതിവ്. കുറേ നേരമായിട്ട് ആൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ എടുക്കുന്ന തിരക്കിൽ നമുക്കത് വന്നില്ല. അപ്പോൾ ആൾ തപ്പി നമ്മൾ വീഡിയോ എടുക്കണവിടെ തന്നെ എത്തി. അതാണ് എൻ്റെ അമ്മ. അപ്പോൾ അമ്മ, നമ്മുടെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ പറയുക. എല്ലാവരും ഞങ്ങളുടെ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അമ്മ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഇഷ്ടപ്പെടുന്നതിൽ വീഡിയോസ്. എന്തായാലും നമ്മുടെ കട്ടൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കട്ടൻ അടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടവർ
നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ പുതിയ പുതിയ വീഡിയോസ്, ആട് ഫാമിൻ്റെയും പശു ഫാമിൻ്റെയും വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ബെല്ലൈക്കൺ അമർത്തിയിട്ട് പോയിക്കോളൂ, നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും ഫുൾ സപ്പോർട്ട് വേണം. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഫാമും കൃഷിയൊക്കെ ബേസ് ചെയ്തിട്ട് ഇനിയും പുതിയ പുതിയ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ പശു ഫാമിൻ്റെ ആട്ട് ഫാമിൻ്റെ ഒക്കെ വീഡിയോ നെക്സ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്യാം. ഫാമൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.